ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഇൻഡോർ പ്ലാന്റ് നമ്മളൊരു കലത്തിനകത്തൊരു സെറ്റ് ചെയ്യാൻ പോവാണ്. അതെങ്ങനെയാണെന്ന് കാണാം. അപ്പം ഞാനിപ്പോൾ ഒരു കലം എടുത്തിട്ടുണ്ട്, ചെറിയ കലമാണ്. ഇതിപ്പോൾ നമ്മൾ ഇവിടെ പൊങ്കാലയൊക്കെ ഇടുമ്പോഴത്തേക്കും നമ്മൾ മാറ്റി വയ്ക്കുന്ന കലമാണ്. അപ്പം ഞാൻ വിചാരിച്ചു അതിലൊന്ന് വർക്ക് ചെയ്തിട്ട് നമുക്കൊരു പ്ലാന്റ് വെച്ചാൽ എങ്ങനെ ഇരിക്കും. അപ്പം ഞാൻ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പെയിൻറ്റും ഒരു സ്പോഞ്ചും മാത്രമേ ആവശ്യമുള്ളൂ. അപ്പം നമുക്കിതിൽ ഫസ്റ്റ് ബ്ലാക്ക് കളർ അടിക്കാം. അതിന് വേണ്ടിയിട്ട് ഇത് ഓൾറെഡി താഴ്ഭാഗമൊക്കെ കരി കൊണ്ടിട്ട് ബ്ലാക്ക് കളറിലാണ്. അപ്പോൾ നമുക്കത് കുറച്ച് അല്ലാത്ത ഭാഗത്തേക്ക് കുറച്ച് സ്പോഞ്ച് വെച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ബ്രൗൺ കളർ ഇരിക്കുന്ന ഭാഗത്തൊക്കെ നമുക്ക് കറുപ്പൊന്ന് അടിച്ചു കൊടുക്കാം. നമ്മൾ ബോട്ടിലായിട്ട് ചെയ്യുന്ന പോലെ തന്നെ ഈ സ്പോഞ്ച് വെച്ചിട്ട് തന്നെ ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മതി. ഇത് ഉണങ്ങി കഴിയുമ്പോൾ ശരിക്കും ഇത് കരിയുടെ കളർ തന്നെയാവും. ഞാനിവിടെ ഇപ്പോൾ പോസ്റ്റൽ കളറാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ അക്രിലിക് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ പോസ്റ്റൽ കളറാണ് എടുത്തിരിക്കുന്നത്. അതിനത്ര ഗ്ലേസിങ് ഒന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അക്രിലിക്കും എടുക്കാം. അപ്പോൾ ഇത് കുറച്ച് നേരത്തേക്ക് നമുക്ക് ഉണങ്ങാൻ വയ്ക്കാം. ഇത് കുറച്ച് സ്റ്റിക്കിയാണ്, കുറച്ച് നേരം ഒന്ന് ഉണങ്ങാൻ വയ്ക്കാം. ഇപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഫ്ലവേഴ്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് ചെയ്യുന്നത്. എനിക്കിപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാനാണ് തോന്നിയത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ നമുക്കിതിൽ കൊടുക്കാം. ഇത് പല മൾട്ടി കളേഴ്സ് വെച്ചിട്ട് ഞാൻ ഫ്ലവേഴ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പെറ്റൽസിന് വലിയ ഡിസൈനൊന്നും വേണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. ഇനി ഞാൻ ബ്ലൂ വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യാതെ വെച്ചിരിക്കുന്ന കലങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ഈ മീൻചട്ടി പൊട്ടിയ വിള്ളൽ വീണ മീൻചട്ടിയിലൊക്കെ നമുക്ക് ഇങ്ങനെ കളർ അടിച്ചിട്ടും സ്പ്രേ പെയിൻറ്റ് ചെയ്തൊക്കെ നമുക്ക് എടുക്കാവുന്നേ ഉള്ളൂ. നല്ല ഭംഗിയായിട്ടിരിക്കും. ഇതിനിപ്പോൾ ഞാനൊരു ബോർഡറും കൂടി കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഒരു വാർണിഷും കൂടി അടിച്ചു കൊടുക്കുന്നുണ്ട്, ഒരു നല്ല ഷൈനിങ് കിട്ടാൻ വേണ്ടി. പിന്നെ നമ്മൾ വെള്ളമൊക്കെ തളിക്കുന്നതല്ലേ, അപ്പം ഈ പെയിൻ്റ് ഒന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഉപകാരപ്പെടും. ഇതിന് വെറും 73 രൂപ അങ്ങനെ അത്ര എന്തോ ഉള്ളൂ. ഇതൊന്ന് ജസ്റ്റ് ഞാനൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അത് അടിക്കുമ്പോൾ തന്നെ നല്ല ഗ്ലേസിങ് ഉണ്ട്. താഴ്ഭാഗത്തൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആ പെയിൻറ്റ് ചെയ്ത പോർഷൻ മാത്രം ചെയ്താൽ മതി. ഇത് ഉണങ്ങാൻ കുറച്ച് സമയം എടുക്കും. നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ മണ്ണ് ഫില്ല് ചെയ്യാൻ പാടുള്ളൂ. ഇതിപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് മണ്ണ് ഫില്ല് ചെയ്യാൻ പോവാണ്. ഇതിപ്പോൾ ഞാൻ ഡയറക്റ്റ് എടുത്ത മണ്ണല്ല, നമ്മളൊരു ചെടിച്ചട്ടിയിൽ നിന്ന് ചെടി മാറ്റിയതിന് ശേഷം എടുത്ത മണ്ണാണ്. അത് കരിഞ്ഞു പോയതുകൊണ്ട് എടുത്ത മണ്ണാണ്. ഇത് ഞാൻ ഒരാഴ്ച കൊണ്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്ന മണി പ്ലാന്റാണ്. നല്ല വേരൊക്കെ വന്നിട്ടുണ്ട്. ഡയറക്റ്റ് ചെടി മണ്ണിലോട്ട് നടാൻ പാടില്ല. ഇതുപോലെ വെള്ളത്തിലിട്ട് കുറച്ച് വേരൊക്കെ വന്നതിന് ശേഷം മാത്രമേ നമുക്ക് മണി പ്ലാന്റ്സ് മണ്ണിൽ നടാൻ പാടുള്ളൂ. ശരിക്കും മണ്ണിൽ നടുന്നതാണ് നല്ല ബുഷിയായിട്ട് വളരുന്നത്. മറ്റേത് ഇലകൾ വരാനൊക്കെ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ നമുക്കിത് 3 എണ്ണം ഒരുമിച്ച് കുഴിച്ച് നടാം ഇതിലേക്ക്. ഇത് കണ്ടില്ലേ, പുതിയ വേരുകൾ വന്നിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയും കൂടി നടാം. മണി പ്ലാന്റ് ശരിക്കും വെള്ളത്തിൽ നടുന്നതിനേക്കാളും മണ്ണിൽ നന്നായിട്ട് വളരും. അപ്പോൾ മണ്ണിൽ നടുന്നതിന് മുന്നേ ഇതുപോലെ ഒരാഴ്ചയെങ്കിലും മുന്നേ വേരുള്ള ഭാഗം മുറിച്ചെടുത്ത് വെള്ളത്തിലിട്ട് വയ്ക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ നല്ല വേരുകൾ വന്നതിന് ശേഷം ഇപ്പോൾ പുതിയ ഇലയും വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കിങ്ങനെ നടാം. ഇതിപ്പോൾ ഞാനൊരു ചെറിയ ബോട്ടിൽ വെള്ളം എടുത്തിട്ട് ഞാൻ ഇതിലോട്ട് നനച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇൻഡോറിൽ വെക്കാൻ പറ്റുന്ന പ്ലാന്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു 2-3 ദിവസം പുറത്ത് വെച്ച് പുറത്തുള്ള വെയിലും കാറ്റൊക്കെ ഒന്ന് അടിച്ചതിന് ശേഷം മാത്രം അകത്തോട്ട് വെക്കാൻ നോക്കുക. എന്നാൽ നന്നായിട്ട് വളരും. ഡയറക്റ്റ് എടുത്ത് വെക്കാതിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും താങ്ക് യു.